ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലക്സി S21 അൾട്ര വേഴ്സസ് നമ്മുടെ വിവോ X70 Pro പ്ലസിൻ്റെ കമ്പാരിസൺ ആൻഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ ഇരിക്കുന്നതിൻ്റെ ഫാൻറ്റം ബ്ലാക്ക് ആണ് നമ്മുടെ ഗാലക്സി S21 അൾട്ര ആൻഡ് ഇഗ്മ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് കളറാണ് നമ്മുടെ വിവോ X70 Pro പ്ലസ് ഇരിക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഗാലക്സി S21 അൾട്ര വേഴ്സസ് നമ്മുടെ X70 Pro പ്ലസിൻ്റെ ഡിസ്പ്ലേ വരിക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിങ് തന്നെ തുടങ്ങാം. ഓക്കെ, സോ രണ്ടും ഒറ്റ മറ്റേ ഗ്ലാൻസിൽ ഓൾമോസ്റ്റ് സെയിം ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലെങ്ത് ഒക്കെ ആയാലും ഓൾമോസ്റ്റ് സെയിം പോലെ ഫീൽ ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ ഹാൻഡ് ഫീൽ ഗാലക്സി S21 പറയുകയാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമ്മൾ കൈ പിടിക്കുമ്പോൾ തന്നെ വെയിറ്റ് ഫീൽ ചെയ്യും. കാരണം 227 ഗ്രാംസ് ഉണ്ട് നമ്മുടെ ഗാലക്സി S21 ആൻഡ് പക്ഷേ ഇച്ചിരി ഈവൻ ഡിസ്ട്രിബ്യൂഷൻ. ബട്ട് ചെറുതായിട്ട് ഈ ക്യാമറ മുകളിൽ ഫ്രണ്ടിട്ടായിരുന്നു കുറച്ചൊരു നമ്മളിങ്ങനെ പിടിച്ചാൽ ചെറിയൊരു ഫ്രണ്ടിട്ടൊരു ചെറിയൊരു ചായപ്പെട്ടു. കാരണം ഈ ക്യാമറ മുകളിൽ ഇത്രയും വലിയ ക്യാമറ മൊഡ്യൂൾ ആയത് കൊണ്ട്. ഓക്കെ, ബട്ട് അത്യാവശ്യം ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം കൈ പിടിക്കാൻ നല്ല കാരണം ഈ കോർണേഴ്സ് ബാക്കിലത്തെ കോർണേഴ്സ് റൗണ്ടഡ് ആയിരുന്നു, കൈ പിടിക്കാൻ നല്ല രസമുണ്ട്. ഓക്കെ, ആൻഡ് മീൻ വൈൽ നമ്മുടെ വിവോ X70 Pro പ്ലസ് വരുമ്പോൾ അത് ഓൾമോസ്റ്റ് സെയിം തന്നെ, ആ റൗണ്ടഡ് കോർണേഴ്സ് തന്നെയാണ് വരിക. അപ്പോൾ അതും ഒരു രസമുണ്ട് കൈ പിടിക്കുക. ബട്ട് ഇതിൻ്റെ വെയിറ്റ് കുറച്ച് കുറവാണ്, 213 ഗ്രാംസ് ഉള്ളൂ. സോ കമ്പാരിറ്റീവ് ഗാലക്സി S21 അൾട്ര വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ലൈറ്ററാണ് നമ്മുടെ വിവോ X70 Pro പ്ലസ് വരിക. ഇനി രണ്ടിൻ്റെ തിക്നെസ് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഒറ്റ കണ്ടാൽ തന്നെ നമ്മുടെ ഗാലക്സി S21 അൾട്രയാണ് ഇച്ചിരി കൂടെ വണ്ണം കൂടുതലായിട്ട് തോന്നുമെങ്കിലും ബട്ട് രണ്ടും ഡിറ്റോ ആണ്. 8.9 mm ആണ് രണ്ടിൻ്റെയും തിക്നെസ് വരുന്നത്. കണ്ടോ, അവരെ ടോട്ടൽ എടുക്കുമ്പോൾ 8.9 mm രണ്ടിനും തിക്നെസ്. പക്ഷേ അറ്റ് എ ഗ്ലാൻസ് ആണ് നമ്മൾ S21 അൾട്ര ഇച്ചിരി വലുതായിട്ട് തോന്നും, ബട്ട് രണ്ടും സെയിം ആണ്. ആൻഡ് വെയിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 227 213. ഓക്കെ, ഇനി ഒരു മെയിൻ കാര്യം, ദാറ്റ് മീൻസ് ഫ്ലാഗ്ഷിപ്പിൽ എല്ലാവരും ഉണ്ടാവും എന്ന് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ. സോ നമ്മുടെ ഗാലക്സി S21 അൾട്ര വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 7, അതായത് കോണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഗാലക്സി S21 അൾട്ര വരുന്നത്. അത് ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 7 അതായത് വിക്ടസ് ആണ് വരിക. ബട്ട് ഇതിന് നമ്മൾ ഒഫീഷ്യലായിട്ട് ഒരു കോണിംഗ് ഗോറില്ല ഗ്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ X70 Pro പ്ലസിന് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്കോട്ട് സെൻസേഷണൽ പ്രൊട്ടക്ഷനാണ് നമുക്കിതിന് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ. ആൻഡ് ബാക്കിൽ ഒരു സോർട്ട് ഓഫ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഒരു ദാറ്റ് മീൻസ് ഒരു ഡയമണ്ട് കട്ട് ടെക്സ്റ്റേർഡ് ഫിനിഷ്, ഒരു പ്രത്യേക ഒരു ഫിനിഷിംഗ് ആണ്. ദാറ്റ് മീൻസ് ഒരു ഡയമണ്ട് കട്ട്, ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ്, ഒരു ഫ്ലോറൈറ്റ് ഏജ് എന്നൊരു പ്രോസസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നല്ലൊരു ഡിസൈനാണ്. ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണെന്ന് വെച്ചാൽ അല്ല, കണ്ടോ, അല്ല രണ്ടും അല്ല ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് അല്ല, രണ്ടും ഒരു മാറ്റ് ഫിനിഷ് പോലെയാണ്. കണ്ടോ, രണ്ട് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് അല്ല, കണ്ടാൽ തന്നെ അറിയാം. ആൻഡ് വിച്ച് വൺ എനിക്ക് ഡിസൈൻ വൈസ് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സോഫ്റ്റാണ്, തൊട്ടുമ്പോൾ ഭയങ്കര ഒരു ലെതർ, ആ ഒരു എനിക്ക് ആ ഫീൽ കൈ പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കുറച്ചും കൂടെ ഒരു രസം കിട്ടുന്നത് നമുക്ക്. കാരണം ആ ഒരു ഫീൽ ഭയങ്കര സോഫ്റ്റ് ഒരു കുഷ്യനിൽ തൊടും അതേപോലെ ഫീൽ. ഇത് നമ്മുടെ നോർമലി ഗ്ലാസ്സിൽ തൊടാൻ ഒരു ചെറിയൊരു മാറ്റ് ഫിനിഷ്, ചെറിയ ലൈറ്റ് ഒരു മാറ്റ് ഫിനിഷ് ഫീലാണ്. സോ കൈ പിടിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു രസവും ആ വെയിറ്റ് കുറവുള്ള കുറച്ചും കൂടെ ഒരു രസം കിട്ടുക നമ്മുടെ വിവോ X70 Pro S21 ഒട്ടും സീനില്ല. ബട്ട് ഞാൻ കമ്പാരിസൺ വിത്ത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ദാറ്റ് മീൻസ് നമ്മുടെ ഡിസൈനിലെ ഫസ്റ്റത്തെ കാര്യം പറയുന്നത്. പിന്നെ രണ്ടിനും ഓൾമോസ്റ്റ് സെയിം തന്നെ, നമ്മുടെ അലുമിനിയം ഫ്രെയിം തന്നെയാണ് രണ്ടിനും വരിക. ഓക്കെ, ഇനി ജസ്റ്റ് പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് താഴെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ USB ടൈപ്പ് സി ആയിട്ട് നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പീക്കർ ഗ്രില്ല്, പിന്നെ നമ്മുടെ സിം കാർഡ് ട്രേ രണ്ടിനും സെയിം തന്നെയാണ് തന്നെ. മൈക്ക് 1 ആൻഡ് ടോപ്പിൽ വരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് നമ്മുടെ IR ബ്ലാസ്റ്റ് ഓടി വരുന്നുണ്ട്. ദാറ്റ് മീൻസ് അത് ഫ്ലാഗ്ഷിപ്പിൽ വളരെ റെയർ ആണ്. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല, നോർമലി നമ്മുടെ മൈക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടെ സൈഡിൽ രണ്ടും പ്ലെയിൻ ആണ്, ഒന്നുമില്ല. ആൻഡ് റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം ബ്രോക്കറും പവർ ബട്ടണും വരുന്നുണ്ട്. ആൻഡ് ഇത് രണ്ടിൻ്റെയും ക്യാമറ പമ്പ്. ഓക്കെ, സോ കുറച്ചും കൂടെ ഒരു ഡിസൈൻ എന്താ, ദാറ്റ് മീൻസ് ഇവിടെ നമുക്കൊരു സെറാമിക് ഒരു വിൻഡോ എന്നാണ് അവർ ദാറ്റ് മീൻസ് വിവോക്കാർ പറയുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു വിൻഡോ കൂടെയാണ്, സെറാമിക് വിൻഡോ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് വേണമെങ്കിൽ റിയർ സെൽഫി എടുക്കുക. ദാറ്റ് മീൻസ് ഇങ്ങനെ നമ്മുടെ നോക്കി നമുക്ക് നമ്മുടെ മിറർ സെൽഫി തന്നെ കിട്ടും. ദാറ്റ് മീൻസ് മിററിൽ നോക്കണ പോലെ എഫക്റ്റ് കിട്ടും. സോ അങ്ങനെ ഒരു ഉദ്ദേശങ്ങൾ ഉണ്ടാവാം നമുക്കവിടെ. പിന്നെ ഒരു C-സ്റ്റാർ കോട്ടിങ്ങിനെ കൊണ്ട് കുറച്ച് റിഫ്ലക്ഷൻസ് ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് അടിപൊളിയായിട്ട് വരാൻ വേണ്ടി റിഫ്ലക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ സംഭവം കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടിൻ്റെയും ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ പറയാനുള്ളത്. ദാറ്റ് മീൻസ് ഡിസ്പ്ലേ. ഓക്കെ, സോ ഡിസ്പ്ലേ പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇതിന് ഡിസ്പ്ലേയുടെ നമ്മുടെ സൈസ് വരുന്നത് വെച്ചാൽ രണ്ടും ഒരു 6.8 6.78 രണ്ടും ഓൾമോസ്റ്റ് സെയിം. രണ്ടും സാംസങ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഡിസ്പ്ലേ, സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ OLED ആണ് രണ്ടും യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന് നമുക്കൊരു ഡിസ്പ്ലേ ഒരു വീഡിയോ പ്ലേ ബാക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കമ്പാരിസൺ നോക്കാം. ഓക്കെ, റിയലി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ഗൈസ്, ആ വീഡിയോ പ്ലേ ബാക്ക് ഞാൻ ഇതിൻ്റെ സെറ്റിംഗ്സ് കാണിച്ചാൽ രണ്ടും ഞാൻ ക്വാഡ് റെസൊല്യൂഷൻ ഇട്ടിട്ടു.
ഓക്കെ, സോ രണ്ടും ഫുൾ എച്ച് ഡി ആയിരുന്നു ബൈ ഡിഫോൾട്ട് കിടന്ന്. രണ്ട് ഞാൻ ക്വാഡ് എച്ച് ഡി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് സ്ക്രീൻ റെസൊല്യൂഷൻ ക്വാഡ് എച്ച് ഡി ആണ് എടുക്കുക. ഞാൻ കുറച്ച് ക്ലോസപ്പ് ആയി കാണിച്ചു തരാം. സോ ഉണ്ടോ, ഇത് നമ്മുടെ വിവോ X70 Pro Plus ക്വാഡ് എച്ച് ഡി ആണ് എടുക്കുന്നത്. ആൻഡ് ഡിസ്പ്ലേ അതുണ്ടോ, രണ്ടും ക്വാഡ് എച്ച് ഡി പ്ലസ്. ദാറ്റ് മീൻസ് മാക്സിമം, അതിൽ നമ്മൾ മാക്സിമത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മാക്സിമം റെസൊല്യൂഷൻ. ആൻഡ് നെക്സ്റ്റ് ഒരു കാര്യങ്ങളുണ്ട്, സ്ക്രീൻ കളേഴ്സ് സ്റ്റാൻഡേർഡ് ഉണ്ട്, പ്രൊഫഷണൽ ഉണ്ട്, ബ്രൈറ്റ് ഉണ്ട്. ഞാൻ ബ്രൈറ്റ് ആണ് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡും ബ്രൈറ്റും വലിയ ഡിഫറൻസ് ഇല്ല, ബട്ട് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ബ്രൈറ്റ് തന്നെയുണ്ട്. ബൈ ഡിഫോൾട്ട് സ്റ്റാൻഡേർഡിലായിരിക്കും. ആൻഡ് ഇതിനകത്ത് നമ്മൾ വിവിഡാണ് ഉള്ളത്. സോ വിവിഡിലും നമ്മൾ ബ്രൈറ്റിനകത്ത് ഇട്ടേക്കണം. സോ മാക്സിമം സെറ്റിങ്സിലാണ് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് പ്ലേ ബാക്കിട്ട് ചേർക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വിവോ X70 Pro Plus വേഴ്സസ് നമ്മുടെ ഗാലക്സി S21 അൾട്ര ഡിസ്പ്ലേ വരുന്നത്. ഓക്കെ, രണ്ടും നല്ല കിഡിലൻ ഡിസ്പ്ലേ, ഒന്നും പറയാൻ അറ്റ് എ ഗ്ലാൻസ് അല്ല, നമ്മൾ ശരിക്കും ക്ലോസ് ഒബ്സർവേഷൻ ചെയ്താൽ പോലും നമുക്കൊരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നില്ല. ബട്ട് ശരിക്കും നമ്മൾ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഈ കളറിൻ്റെ കാര്യത്തിൽ രണ്ടും രണ്ട് രീതിയിലാണ് കളർ റീപ്രൊഡ്യൂസ് ചെയ്തത്. ദാറ്റ് മീൻസ് നമ്മുടെ വിവോ X70 Pro Plus ആണെങ്കിൽ കുറച്ചും കൂടെ ഷെയ്ഡ്സ് ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ, ദാറ്റ് മീൻസ് കുറച്ചും കൂടെ ഡീപ്പർ കളേഴ്സ്. ഇപ്പോൾ ഗ്രീനൊക്കെ ആണെങ്കിൽ കുറച്ചും ഡീപ്പ് ഗ്രീൻ, റെഡ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പ് റെഡ്, അങ്ങനെയൊക്കെയാണ് X70 Pro Plus. മീൻ വൈൽ നമ്മുടെ ഗാലക്സി S21 ഇച്ചിരി ഒരു നാച്ചുറൽ ടോൺ, ദാറ്റ് മീൻസ് ഇച്ചിരി പ്രീമിയം നാച്ചുറൽ ടോൺസ് ആണ് ഇച്ചിരി കോൺസെൻട്രേറ്റും. ബട്ട് കുറച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി ബ്രൈറ്റ്നസ് കൂടുതൽ നമ്മുടെ ഗാലക്സി S21 അൾട്രയ്ക്കാണ്. പക്ഷേ ഈ ഡെപ്ത് ഉണ്ട്, ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ഗ്രീൻ കുറച്ചും കൂടി ഡീപ്പറായിട്ട് വന്നിട്ട് നമ്മുടെ വിവോ X70 Pro Plus. ഓൺ ദ ടോപ്പാണ് വിവോ X70 Pro Plus, ഇതാണ് നമ്മുടെ ഗാലക്സി S21 അൾട്ര. ഓക്കെ ഉണ്ടോ, എല്ലാ സിനാരിയോസിലും കുറച്ചും കൂടെ ഒരു കളേഴ്സ് കുറച്ചും കൂടെ വിവിഡായിട്ട് നിൽക്കണം നമ്മുടെ X70 Pro Plus ആണ്. പിന്നെ മീൻ വൈൽ ഞാൻ ആ സെറ്റിങ്സ് ബ്രൈറ്റ് ഇട്ടുകൊണ്ടാണ്, ദാറ്റ് മീൻസ് നമ്മൾ ആ സെറ്റിങ്സിൽ പോയി ബ്രൈറ്റ് ഇട്ടു. അത് നോർമലായിട്ട് സ്റ്റാൻഡേർഡ് തന്നെ കിടക്കുകയാണെങ്കിൽ രണ്ടും സെയിം ടു സെയിം ആയിരുന്നു. ഞാൻ ആ സെറ്റിങ്സിൽ പോയി ബ്രൈറ്റ് ഇട്ടപ്പോഴാണ്. ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചറിയാം, ഈ റെഡ് കുറച്ചും കൂടെ ഡീപ്പർ റെഡാണ് നമുക്ക് ഇവിടെ നിൽക്കണം. ഈ ഗ്രീൻ ആയാലും കുറച്ചും കൂടെ ഡീപ്പർ, ഗ്രീനിൻ്റെ കളർ ഷെയ്ഡാണ് ഉദ്ദേശിച്ചത്, ഡീപ്പർ. ആൻഡ് മീൻ വൈൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ്, വിവോ X70 Pro Plus വേഴ്സസ് ഗാലക്സി S21 ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബ്രൈറ്റർ വീഡിയോ നിൽക്കുന്നത് ഗാലക്സി S21 അൾട്രയ്ക്കാണ്. ബട്ട് ആ ഒരു കളറിൻ്റെ ഡെപ്ത് കുറച്ചും കൂടെ കൂടുതൽ X70 Pro Plusനും വീഡിയോ കുറച്ചും കൂടെ ബ്രൈറ്ററായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഗാലക്സി S21. സോ അതിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ, ദാറ്റ് മീൻസ് മാക്സിമം റെസൊല്യൂഷനാണ് രണ്ടും കിടക്കുന്നത്. സോ ഒരു ക്ലിയർ വിന്നർ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് വേണമെങ്കിൽ പറയാൻ നമുക്ക് വിവോ X70 Pro Plusന് ഒരു സ്ലൈറ്റ് വിന്ന് വേണ്ടി നമുക്ക് കൊടുക്കാം. കാരണം ആ ഒരു കളർ ഡെപ്തും ആ ഒരു കളർ ടോണിങ് കാരണം എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. ബട്ട് നിങ്ങൾക്കൊരു നാച്ചുറൽ ടോണിങ്ങും കാര്യങ്ങളൊക്കെയാണ്, ദാറ്റ് മീൻസ് ആ നാച്ചുറൽ കളർ ടോണൊക്കെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഗാലക്സി S21 ഇച്ചിരി ഒരു കൂൾ നാച്ചുറൽ കളേഴ്സാണ് വരിക. കുറച്ചും കൂടെ ഇച്ചിരി കുറച്ചും കൂടെ ഒരു ആർട്ടിഫിഷ്യൽ കളേഴ്സ് പോലെ നമുക്ക് ഒരു എയുടെ ഒരു ഹെൽപ്പോടുകൂടി ഒരു ആർട്ടിഫിഷ്യൽ പോലെ ഫീൽ ചെയ്യാം. ഓക്കെ, ആൻഡ് മീൻ വൈൽ ഇച്ചിരി ബ്രൈറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നത് നമ്മുടെ ഗാലക്സി S21 അൾട്രയാണ്. സോ ഒരു ലൈറ്റ് വിൻ, ഒരു 1% ഒരു ലൈറ്റ് വിൻ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ X70 Pro Plus ചൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഗാലക്സി S21 വളരെ ലൈറ്റ് വിന്നാണ് കേട്ടോ, ഒരു വിന്ന് പറയാനില്ല, ബട്ട് സ്റ്റിൽ ഒരു ലൈറ്റ്. ബട്ട് ഈ ബ്രൈറ്റ്നസിൻ്റെ കാര്യം നമുക്ക് ഞാൻ പറയുവാണെങ്കിൽ ബ്രൈറ്റ്നസ് കുറച്ചും കൂടെ ബ്രൈറ്ററായിട്ട് വീഡിയോ തോന്നുന്നത് എനിക്ക് ഇതിനകത്താണ്. സോ രണ്ടും കട്ടയ്ക്കാണ് നമ്മുടെ ഈ ഡെപ്തും ബ്രൈറ്റ്നസ്സും. സോ രണ്ടും കൂടെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ടൈ ആണ്. ബട്ട് ഈ ഒരു ഡെപ്ത് റെഡ്, കാരണം എനിക്ക് കുറച്ച് പഞ്ചി കളേഴ്സ് എനിക്ക് പേഴ്സണൽ പ്രിഫറൻസ്, എന്നെ നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ പഞ്ചി കളേഴ്സായിട്ട് തോന്നുന്നതിനാണ് കുറച്ചും വിവോ X70 Pro Plusനും ചിങ്ങനെ ബ്രൈറ്റർ വീഡിയോ തോന്നുന്നത് ഗാലക്സി S21 അൾട്രയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് ഇട്ട് പോവാം. രണ്ടും സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. സോ നെക്സ്റ്റ് ഓഡിയോ. ഓക്കെ, സോ ഓഡിയോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഗാലക്സി S21 അൾട്ര പ്ലേ ചെയ്യാം. സോ ക്ലീൻ ആൻഡ് ഡാൻസിൻ്റെ ഓഡിയോനെ പ്ലേ ചെയ്യുമ്പോൾ ഫുൾ ബ്രൈറ്റ്നസ് ആട്ടോ, സോറി ഫുൾ ഓഡിയോ ആട്ടോ. ഓക്കെ, ഇനി നമ്മൾ വിവോ X70 Pro Plusൽ ഓക്കെ, അത് ക്ലിയർ വിന്നർ നമ്മുടെ ഗാലക്സി S21 അൾട്രയാണ്. ക്ലിയർ വിന്നർ എന്ന് ഞാൻ പറയാം, ക്ലിയർ വിന്നർ. ഓക്കെ, ഒരു ഓഡിയോ നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്യാം. സോ ദാറ്റ് മീൻസ് നൈറ്റ് റൺ അവേ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗാലക്സി S21 അൾട്ര.
ലൗഡ്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ഇനി നമ്മുടെ Vivo X70 Pro Plus. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ക്ലിയർ. ഓക്കെ, സോ ക്ലിയർ വിന്നറാണ് നമ്മുടെ ഗാലക്സി S21 സ്പീക്കേഴ്സിന് എഴുതാൻ. മീൻ വൈ ഞാൻ എൻ്റെ ഡോൾബി അറ്റ്മോസ് ഒക്കെ ഓൺ ആക്കി ഇട്ടേക്കാണ്. സോ മാക്സിമം രീതിയിലാണ് സെറ്റ് ചെയ്തേക്കണം. സോ സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഗാലക്സി S21 ക്ലിയർ വിന്നറാണ് കേട്ടോ. ദാറ്റ് മീൻസ് അതിനകത്തൊരു ഡൗട്ടേ ഇല്ല. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മൾ രണ്ടിൻ്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ രണ്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ 120 Hz ഡിസ്പ്ലേ ആണ്. ഓക്കെ, സോ സെറ്റിങ്സ് നമുക്ക് മോഷൻ സ്മൂത്ത്നെസ് ആണ്. LTPO ഡിസ്പ്ലേ, അതായത് നമുക്ക് ഡൈനാമിക് ആയിട്ട് റീഫ്രഷ് റേറ്റ് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ് രണ്ടിനും വരുന്നത്. രണ്ടും സാംസങ്ങിന് ഉണ്ടാക്കി കൊടുത്തതാണ്. ഓക്കെ, ഉണ്ടോ? രണ്ടും സ്മാർട്ട് സ്വിച്ചിലാണ്. ദാറ്റ് മീൻസ് അഡാപ്റ്റീവ് ആണ് ഇതിന് പറഞ്ഞ പേര്. അതിനകത്ത് സ്മാർട്ട് സ്വിച്ചും ഉണ്ടോ. സോ രണ്ടും 120 Hz ആണ് ഡിസ്പ്ലേ വരുന്നത്. രണ്ടും നമ്മുടെ റെസൊല്യൂഷൻ 1440x3200 ആണ് രണ്ടിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. സോ കളേഴ്സൊക്കെ പക്ക പഞ്ച് ചെയ്യാൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ 515 ppi ആണ് നമ്മുടെ ഗാലക്സി S21. അത് 517 ppi. വലിയ ഡിഫറൻസ് ഒന്നും. പിന്നെ രണ്ടും HDR10+, രണ്ടും 1500 nits പീക്ക് ബ്രൈറ്റ്നസ്സും വന്നേക്കും. സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഗാലക്സി S21 വേഴ്സസ് X70 Pro Plusൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ, ഡിസ്പ്ലേ, ഓഡിയോ, ഇത്ര കാര്യങ്ങൾ നോക്കി. ഇനി നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ, പ്രോസസ്സർ, പിന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് റെക്കഗ്നിഷൻ, ബാറ്ററി ആൻഡ് ചാർജിങ് ആൻഡ് ദ ഫൈനൽ വെർഡിക്റ്റ്. സോ അത് ഞാൻ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ്. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.